ഹലോ ലോളീസ്, വാട്സാപ്പ്. കുറച്ച് നാളായി കാത്തിരിക്കുകയായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഒരു ഹൊറർ സീരീസ് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു അൾട്ടിമേറ്റ് സൂപ്പർ നാച്ചുറൽ ഹൊറർ അല്ലെങ്കിലും നല്ല മിസ്റ്ററി, പേടി വൈബ് തരുന്ന ഒരു ഐറ്റമാണിത്. സ്ട്രേഞ്ചർ തിങ്സ് ഒരുക്കിയ ഡഫർ ബ്രദേഴ്സാണ് ഈ ഐറ്റത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് വെച്ച് നീട്ടേണ്ട, എന്താണ് അവളിൽ സംഭവിക്കാൻ പോകുന്ന ആ സംതിങ് ബാഡ്? ലെറ്റ്സ് സീ. കഥ തുടങ്ങുന്നത് ഈ മധുരമനോഹരമായ വിവാഹ ചടങ്ങിൽ നിന്നും. ഇതാണ് റേച്ചൽ. ഇവളാണെന്ന് മുമ്പ് പറഞ്ഞ അവൾ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണെങ്കിലും റേച്ചൽ വലിയ പരിഭ്രമത്തിലാണ്. മനസ്സിൽ എന്തൊക്കെയോ ആശങ്കയോടെയും വളരെ പേടിയോടെയും വിറയലോടെയുമാണ് അവൾ ആ വിവാഹ പന്തലിൻ്റെ ഇടനാഴിയിലൂടെ അൾത്താരയിലേക്ക് നടക്കുന്നത്. അവിടെ അവളെ കാത്ത് അവളുടെ പ്രതിശുദ്ധവരൻ നിക്കി നിൽപ്പുണ്ട്, നിക്കോളാസ്. അൾത്താരയിലേക്ക് എത്തി നിൽക്കുന്ന തൻ്റെ വധുവിൻ്റെ മുഖത്തുള്ള ആവരണം നിക്കി ഉയർത്തുന്ന മധുര നിമിഷം. ആ നിമിഷം റേച്ചലിൻ്റെ മനസ്സിലൂടെ പഴയകാല ഓർമ്മകൾ ഒരു മിന്നൽ പോലെ കടന്നു പോവുകയാണ്. ആ വിവാഹത്തിലേക്ക് എത്തുന്നതുവരെ അവർക്കിടയിൽ നടന്ന വഴക്കുകൾ, സ്നേഹ നിമിഷങ്ങൾ, മാനസികമായ അടുപ്പം, അങ്ങനെ എല്ലാം മിന്നിമറിയുന്നതിന് പിറകെ നിക്കി അവളുടെ വിരലിൽ മോതിരമണിയാൻ പോകുന്ന സമയം. വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്നാ ചോദ്യം. നശിപ്പിച്ച് കൃത്യം ആ സമയത്ത് തന്നെ സീൻ മാറുവാണ്. സന്തോഷം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും അതേ ദിവസത്തിൽ തന്നെ ഭീകരമായ മറ്റൊരു കാഴ്ചയിലേക്ക്. എങ്ങും രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ഇടനാഴി. അതിലൂടെ ഒരു നായ നടന്നു പോകുന്നു. ബാക്ക്ഗ്രൗണ്ടിലായി മനുഷ്യരുടെ ഭയാനകമായ നിലവിളികൾ മുഴങ്ങി കേൾക്കാം. എന്തോ വലിയ ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താണത്? ഈ വിവാഹം കഴിക്കാൻ പോകുന്നവർ ആരൊക്കെയാണ്? അതെല്ലാം നമ്മൾ അറിയാൻ പോവുകയാണ് ഈ നിമിഷത്തിന് 5 ദിവസം മുന്നേയുള്ള കാഴ്ചകളിലേക്ക്. നിക്കിയും റേച്ചലും നിക്കിയുടെ കുടുംബ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യുവാണ്. കാരണം അവരൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. വിവാഹം സ്വന്തം വീട്ടിൽ വെച്ച് നടത്തണമെന്ന് നിക്കിയുടെ കുടുംബവുമായി കൂടി ആലോചിച്ച ശേഷമുള്ള യാത്രയാണിത്. റേച്ചലിൻ്റെ അമ്മ അവൾക്കറിയും മുന്നേ മരിച്ചുപോയി. അച്ഛനുമായിട്ടാണെങ്കിൽ കാലാകാലങ്ങളായി ഒരു ബന്ധവുമില്ല താനും. ഒരു പ്രദേശത്തേക്കുള്ള നീണ്ട യാത്ര ആയതുകൊണ്ട് തന്നെ വഴിയമധ്യേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക റേച്ചൽ അറിയാതെ ഉറങ്ങിപ്പോകുന്നതും വണ്ടി നിയന്ത്രണം വിട്ട് ഒരു അപകടത്തിൻ്റെ വക്കിലെത്തി ഭാഗ്യത്തിന് രക്ഷപ്പെടുന്നത് മൂലമൊക്കെ ഉറക്കം വരാതിരിക്കാൻ റേച്ചൽ നിക്കിയോട് എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആവശ്യപ്പെടുന്നു. നിക്കി അവളോട് ലാരി പോൾ എന്നൊരു സീരിയൽ കില്ലറെക്കുറിച്ചുള്ള ക്രൈം പോഡ്കാസ്റ്റ് കഥകൾ പറയാൻ തുടങ്ങി. 90കളിൽ അവരീ പോകുന്ന പ്രദേശത്തായി ജീവിച്ചിരുന്ന ഇയാൾക്ക് ദ കോൾഡീസ് എന്ന പേരിൽ ഒരു ഫ്രോസൺ കസ്റ്റാർഡ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ കസ്റ്റാർഡ് എന്ന് വെച്ചാൽ കണ്ടാൽ ഐസ്ക്രീം പോലൊക്കെ ഇരിക്കുന്ന പാലും മുട്ടയും ചേർത്തുള്ള ഒരു പലഹാരമാണ്. ഷോപ്പിലേക്ക് വരുന്നവരെയായിരുന്നു അയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. ലാരിഡിയരായ ഒരു ഗർഭിണി എങ്ങനെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കഥയും നിക്കി വിവരിക്കുന്നുണ്ട്. പിന്നീട് നിക്കി വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിക്കാൻ തുടങ്ങി. അവർ ആ ക്രൈം പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് യാത്ര തുടർന്നു. വിശപ്പും ദാഹവും മാറ്റാനായി അവർ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. അവിടെ നിൽക്കുമ്പോൾ അടുത്തുള്ള ഒരു ദമ്പതികൾ തങ്ങളുടെ കാണാതായ നായ്ക്കളെക്കുറിച്ച് തർക്കിക്കുന്നത് റേച്ചലിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. യാത്ര തുടരുന്നതിനിടെ കുട്ടികളെക്കുറിച്ചുള്ള നിക്കിയുടെ സംസാരത്തിൽ റേച്ചലിന് അതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വ്യക്തമാകുന്നു. കുട്ടികളുണ്ടായാൽ അവരിപ്പോഴത്തെ ഈ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെടുത്തേയുള്ളൂ. അവരെ വേദനിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമില്ല. കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാണെന്നൊക്കെയാണ് അവളുടെ പക്ഷം. അവൾ തന്നെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് പറയുകയും ഒപ്പം നിക്കിയുടെ അല്പം കടപ്പക്കാരായ മാതാപിതാക്കളെക്കുറിച്ച് തമാശ പറഞ്ഞുമൊക്കെ വിഷയം മാറ്റുന്നു. യാത്രക്കിടയിൽ നിക്കി ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു. റേച്ചൽ ഒരിക്കൽ പോലും പോയിട്ടില്ലാത്ത, അറിയാത്ത ദ കോൾഡീസ് എന്ന ഷോപ്പിൻ്റെ ലോഗോ അവൾ കൃത്യമായി വരച്ചു വെച്ചിരിക്കുന്നു. അവന് ഇതെന്താ സിക്സ് സെൻസ് വല്ലതുമാണോ എന്നുള്ള വണ്ടറും അവൾക്കാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ള അമ്പരപ്പും. നേരെ മിരട്ടി തുടങ്ങിയപ്പോൾ അവർ വിജനമായൊരു കംഫർട്ട് സ്റ്റേഷനടുത്തായി വണ്ടി നിർത്തി. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിനുള്ളിൽ ഒരു കുഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്നത് റേച്ചൽ കണ്ടു. കാർ ലോക്ക് ചെയ്ത നിലയിലുമായിരുന്നു. നിക്കിയോട് പുറത്തു ചുറ്റും നോക്കാൻ പറഞ്ഞിട്ട് കുട്ടിയുടെ മാതാപിതാക്കളെ അന്വേഷിച്ച് റേച്ചൽ അവിടുത്തെ ബാത്റൂമിലേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവിടെ ആരെയും കണ്ടില്ല. പകരം പൊട്ടിയൊരു ക്ലോസറ്റിന് മുകളിൽ ചീഞ്ഞഴുകിയ ഒരു നായയുടെ ശവം കണ്ട് അവൾ ഞെട്ടിപ്പോയി. പുറത്തു വന്ന റേച്ചൽ നിക്കിയോട് കുട്ടിയുടെ കൂടെ നിൽക്കാൻ പറഞ്ഞു. വല്ല വിധേനയും കാറിൻ്റെ ചില്ല് പൊട്ടിച്ച് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കണമെന്നും താൻ സഹായത്തിനായി തൊട്ടടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നും അവൾ പറഞ്ഞു. അങ്ങനെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത ആ സ്ഥലത്ത് ടെലിഫോണും സഹായം തേടിയുള്ള ആ യാത്രയിലാണ് അവൾ സ്വാൻ ഡൈവ് ബാറിൽ എത്തിച്ചേരുന്നത്. റേച്ചൽ ആ ബാറിലെത്തുമ്പോൾ അവിടെ ആകെ ഒരു സെർവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലം വളരെ ഒറ്റപ്പെട്ടതും നിശബ്ദവുമായിരുന്നു. ലോക്കായ കാറിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് റേച്ചൽ ആ സ്ത്രീയുടെ പരിഭ്രമത്തോടെ പറഞ്ഞു. ഉടൻ പോലീസിനെ വിളിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. സഹായത്തിനായി കാത്തു നിൽക്കുന്നതിനിടയിൽ റേച്ചൽ ഒന്ന് ഫ്രഷാകാൻ വേണ്ടി അവിടുത്തെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ വെച്ച് അപ്രതീക്ഷിതമായി ഒരു വൃദ്ധൻ അവളെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ട് റേച്ചൽ ഭയന്നുപോയി. പരിഭ്രമിച്ച അവൾ വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ബാറിലേക്ക് നടന്നു. എന്നാൽ ആ മനുഷ്യൻ അവളെ വിടാതെ പിന്തുടർന്നു. തൻ്റെ സുരക്ഷ ഓർത്ത് ഭയന്ന റേച്ചൽ പ്രതിരോധിക്കാനായി കയ്യിലുണ്ടായിരുന്ന കാറിൻ്റെ കീ കൊണ്ട് വശപിശകോടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അയാളുടെ കയ്യിൽ കുത്തി. ഒറ്റയ്ക്കല്ലേ, ടെൻഷനാണ്, എന്താ സംഭവിക്കുമെന്ന് പറയാനും പറ്റില്ലല്ലോ. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, വേദനയൊന്നും ഭാവിക്കാതെ അയാൾ ആ കീ തൻ്റെ കയ്യിൽ നിന്നും വലിച്ചെടുത്ത് തിരികെ റേച്ചലിന് നൽകി. എന്നിട്ട് തികച്ചും പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ അവളോടൊരു ചോദ്യമുണ്ട്.
ഇവൻ തന്നെയാണ് നിനക്ക് ചേർന്നവൻ എന്നുറപ്പാണോ? നിക്കിയെക്കുറിച്ചാണ് ചോദിച്ചത്. തങ്ങളെ പിന്തുടരുവാണോ ഇയാൾ? എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? എന്തോ പന്തികേട് തോന്നി നിൽക്കെ ആ സമയം സെർവർ അവിടേക്ക് വരികയും പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് റേച്ചലിനെ അറിയിക്കുകയും ചെയ്തു. അസ്വസ്ഥയായ റേച്ചൽ പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ വേഗം കാറിലേക്ക് മടങ്ങി. അവിടെ ജസ്റ്റ് മാരിഡ് എന്നെഴുതിയൊരു ട്രക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വൃദ്ധനും സെർവറും മാത്രമുള്ളിടത്ത് ജസ്റ്റ് മാരിഡ് വണ്ടി കിടക്കുന്നത് അസ്വാഭാവികമാണ് അല്ലേ? മാത്രമല്ല മുന്നേ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവർ ഓവർടേക്ക് പോയതായി കണ്ടതും ഇതേ ജസ്റ്റ് മാരിഡ് വണ്ടിയാണ്, കുറേ പാട്ടയൊക്കെ പിറകെ കെട്ടി തൂക്കിയിട്ട്. എന്തായാലും വണ്ടി തിരിച്ചു പോകുമ്പോൾ ആ വൃദ്ധൻ അവളെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുന്നത് റേച്ചൽ ശ്രദ്ധിച്ചു. അവൾ വേഗത്തിൽ നിക്കി നിൽക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. എന്നാൽ അവിടെ എത്തിയപ്പോൾ നിക്കിയെയോ ആ കുഞ്ഞിനെയോ ആ കാറിനെയോ അവിടെ കണ്ടില്ല. വിരണ്ടു നിൽക്കെ പെട്ടെന്ന് മുഖത്ത് നല്ല പരിക്കേറ്റ നിലയിൽ നിക്കി അവളുടെ മുന്നിലേക്ക് വന്നു. ആ കുഞ്ഞിൻ്റെ വീട്ടുകാർ തിരികെ വന്നെന്നും നിക്കി കുട്ടിയെ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അവൻ പറഞ്ഞു. കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ലത്രേ. പോലീസിനെ അറിയിച്ച സ്ഥിതിക്ക് വൈകാതെ അവരിങ്ങെത്തും. പക്ഷേ റേച്ചലിൻ്റെ ഉള്ളിലെ ഭയം മൂലം പോലീസിനെ കാത്തു നിൽക്കാതെ അവർ ഉടനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ബാറിന് മുന്നിലൂടെ പോകുമ്പോൾ നേരത്തെ കണ്ട ആ ജസ്റ്റ് മാരിഡ് ട്രക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് റേച്ചൽ ശ്രദ്ധിച്ചു. പക്ഷേ ആ ബാറിൽ നടന്ന കാര്യമൊന്നും നിക്കിയോട് അവൾ പറഞ്ഞതുമില്ല. അങ്ങനെ യാത്ര ചെയ്ത് ഒടുക്കം അവർ നിക്കിയുടെ ഫാമിലിയുടെ ആ വെക്കേഷൻ ക്യാബിനിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് കയറുന്നതിലും അവിടെ വലിയ അനക്കമൊന്നുമില്ല. നിക്കിയുടെ കുടുംബമെല്ലാം അവരവരുടെ ഓരോ പരിപാടികളിലാണ്. അവൻ്റെ മുഖത്തെ ആ പരിക്കിൽ ഐസ് വെക്കാനായി റേച്ചൽ അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് കണ്ടുമുട്ടുന്നത് നിക്കിയുടെ സഹോദരൻ ജൂൾസിനെയും അവൻ്റെ ഭാര്യ നെല്ലിനെയും. ഒപ്പം നിക്കിയുടെ സഹോദരി പോർഷ്യയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോർഷ്യ ഒരു ചലബിലക്കാരിയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്തേലും തോന്നിയാൽ അത് മുഖത്ത് നോക്കി എടുത്തടിച്ച് പോലെ പറയുന്ന പ്രകൃതം. റേച്ചലിനെ ഇവരെല്ലാം ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. പോർഷ്യ സ്നേഹത്തോടെ സ്വീകരിച്ചെങ്കിലും ഇതുവരെ കാണാൻ വരാത്തതിന് ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു. നെൽ സാധാരണ പോലെ പെരുമാറാൻ ശ്രമിച്ചപ്പോൾ ജൂൾസ് ആരെയും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ജൂൾസും ഒരു പ്രത്യേക തരക്കാരനാണ്. അധികം സംസാരമില്ല, ഇത്തിരി ബോൾഡാണ്. നിക്കിയുടെ മുഖത്തെ പരിക്കിനെക്കുറിച്ച് റേച്ചൽ വിവരിച്ചപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ അത് കേട്ടു. ഒരുപക്ഷെ ഇതിനെല്ലാം കാരണം സോറി മാൻ ആയിരിക്കുമെന്ന് പോർഷ്യ തമാശയെ പറഞ്ഞു. ആ പേര് കേട്ടതും മറ്റുള്ളവർ അസ്വസ്ഥരായി അവിടുന്ന് എഴുന്നേറ്റ് പോയി. കാരണം സോറി മാൻ എന്നുള്ളത് അവരുടെ ഒരു കുട്ടിക്കാല പ്രേതകഥയാണ്. എന്നാൽ പോർഷ്യ റേച്ചലിനെ പിടിച്ചിരുത്തി ആ കഥ പറയാൻ തുടങ്ങി. 8 വയസ്സുള്ളപ്പോൾ ജൂൾസ് ഒരിക്കൽ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി കാട്ടിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി. അവിടെ അയാൾ ഒരു സ്ത്രീയെ ക്രൂരമായി വെട്ടിക്കീറുന്നത് ജൂൾസ് നേരിട്ട് കണ്ടു. ആ മനുഷ്യൻ ആ സ്ത്രീയുടെ വയറ് വെട്ടിക്കീറുമ്പോഴെല്ലാം ഇടതടവില്ലാതെ അവളോട് ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെ ആത്മാവ് ഇതുപോലെ സ്ത്രീകളുടെ ഉദരത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തൻ്റെ പ്രേയസിയുടെ ആത്മാവുമായി ഒന്നിക്കാനാണ് അയാൾ വയറ് വെട്ടിക്കീറി തുറന്നു നോക്കുന്നത് എന്നായിരുന്നു കഥ. ശരീരത്തിൽ നിന്ന് ചോര പൊടിയാതെ നോക്കണം. ചോര വന്നാൽ അത് സോറിമനെ ആകർഷിക്കത്തേയുള്ളൂ. പോർഷ്യ ഈ കഥ പറഞ്ഞു നിൽക്കെ ജൂൾസിൻ്റെ മകൻ ജൂഡി ഇത് ഒളിച്ചു കേൾക്കുന്നത് അവൾ കണ്ടു. പിറകിൽ ആരോ നിൽക്കുന്നെന്ന് പറഞ്ഞ് റേച്ചലെ ഒന്നുകൂടി പേപ്പിടിയാക്കി ജൂഡിയെ പരിചയപ്പെടുത്തിയിട്ട് അവൾ അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ആ സോറിമാൻ കല്യാണപ്പെണ്ണുകളെ മാത്രമേ കൊല്ലുകയുള്ളൂ. ഇതെല്ലാം കേൾക്കുന്ന റേച്ചലിൻ്റെ കാര്യം പറയണ്ടല്ലോ. അവൾ കിളി പോയി തിരികെ മുറിയിലെത്തിയപ്പോൾ നിക്കി ഇതെല്ലാം പറഞ്ഞ് റേച്ചലിനോട് മാപ്പ് പറഞ്ഞു. ആ കഥ സത്യമല്ലെങ്കിലും ജൂൾസിന് ചെറുപ്പത്തിൽ ഇതുപോലെ വീട് വിട്ട് പോയ വഴിക്ക് എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് നിക്കി സമ്മതിച്ചു. ഇവിടെ വെച്ചാണ് റേച്ചൽ മുന്നേ ബാറിൽ വെച്ചുണ്ടായ സംഭവവും അവിടെ കണ്ട മനുഷ്യനെക്കുറിച്ചും തനിക്ക് തോന്നുന്ന ഒരുതരം പേടിയെക്കുറിച്ചും അവൾ നിക്കിയോട് പറയുന്നത്. ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് തനിക്കും എന്തോ അസ്വാഭാവികത തോന്നുന്നുണ്ടെന്ന് നിക്കിയും പറഞ്ഞു. തുടർന്ന് രണ്ടുപേരും ഉറക്കമായി. അർദ്ധരാത്രിയിൽ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് കണ്ടാണ് റേച്ചൽ ഉണരുന്നത്. അതെന്താ ഇപ്പം രക്തം വന്നതെന്ന് ഒരു പിടിയുമില്ല. പുറത്ത് എന്തോ വിചിത്രമായ ശബ്ദം കേട്ട് അവൾ മുറിക്ക് പുറത്തിറങ്ങി. നോക്കുമ്പോൾ വീടിൻ്റെ പ്രധാന വാതിൽ അപ്പോൾ തുറന്നു കിടക്കുകയായിരുന്നു. ആ ഡോറ് കിടന്ന് അടിച്ചതിൻ്റെ ശബ്ദമാണ്. മഞ്ഞുവീഴ്ച നോക്കി കുറച്ചു നേരം പുറത്തു നിന്നു. തിരികെ അകത്തേക്ക് വരുമ്പോൾ നിക്കിയുടെ അമ്മ വിക്ടോറിയ ഒരു മുറിയിൽ തനിച്ച് നിൽക്കുന്ന ടെറർ കാഴ്ച. വിക്ടോറിയ ആകട്ടെ ഏതോ ഒരു തരം ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. റേച്ചൽ അവരുടെ മുഖത്തിന് മുന്നിൽ കൈവീശിയപ്പോൾ മാത്രമാണ് അവർക്ക് ബോധം വന്നതുപോലും. സ്വയം ഇറങ്ങിപ്പോയി മെയിൽ ബോക്സിലെ കത്തുകൾ എടുത്തിട്ട് വന്ന് നിന്നാണ് അവർ, അതും ഈ നട്ടപ്പാതിരാക്കി. റേച്ചൽ എക്സൈറ്റ്മെൻറ്റോടെ തൻ്റെ അമ്മായിയമ്മയുടെ മുന്നിൽ നിൽക്കെ പെട്ടെന്ന് അവർ അവളുടെ കൈകൾ മുറുക്കി പിടിച്ച് അടുത്ത മിസ്സിസ് കണിഹാം എന്ന് വിളിച്ചു. കണിഹാം എന്നത് അവരുടെ കുടുംബ പേരാണ്. വിക്ടോറിയയുടെ സ്ഥാനത്തേക്ക് ഇനി അടുത്ത റേച്ചലാണെന്നാണ് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അപ്പോഴേക്കും അവരുടെ ഭർത്താവ് ബോറിസ് വരികയും വിക്ടോറിയ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോകുന്ന വഴിക്ക് വിക്ടോറിയ റേച്ചലിനോട് പറഞ്ഞു, നമ്മളിനി അധികം കാണാൻ പോകുന്നില്ല. റേച്ചലിന് ഇത് വളരെ വിചിത്രമായി തോന്നി. തിരികെ നടക്കുമ്പോൾ തറയിൽ കിടക്കുന്ന കത്തുകളിൽ തനിക്കായി വന്നൊരു കത്ത് റേച്ചൽ കണ്ടു. തുറന്നപ്പോൾ അതൊരു വിവാഹ ക്ഷണക്കത്തായിരുന്നു. നിക്കിയുടെയും റേച്ചലിൻ്റെയും വെഡ്ഡിംഗ് ലെറ്റർ. അതാരോ തിരിച്ചയച്ചിരിക്കുകയാണ്. അതിന് പിറകിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിക്കി ഒരിക്കലും വിവാഹം കഴിക്കരുത്. മൊത്തം നിഗൂഢതകളുടെ കലവറയാണ് ആദ്യ എപ്പിസോഡ്. കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. രണ്ടാം എപ്പിസോഡ് തുടങ്ങുന്നത് തലേ ദിവസത്തെ സംഭവങ്ങൾക്ക് ശേഷമുള്ള പിറ്റേന്നത്തെ പ്രഭാത ഭക്ഷണത്തോടെയാണ്. കുടുംബം മുഴുവൻ ഡൈനിങ് ടേബിളിലുണ്ട്. അവിടെ വെച്ച് വിക്ടോറിയ നിക്കിക്കും റേച്ചലിനും വേണ്ടി വളരെ വിചിത്രമായ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കലും
ചിയേഴ്സ് പറഞ്ഞുകൊണ്ടുള്ള കുറേ സംസാരമൊക്കെ. അത് കണ്ടാൽ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നും. വിക്ടോറിയയുടെ മനസ്സിൽ നിക്കി അവിടെ പെർഫെക്റ്റ് ബോയ് ആണ്. അവൻ ഒരു തെറ്റും ചെയ്യാത്ത പാവമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. റേച്ചലിനോട് അവരൊരു കാര്യം പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. നിക്കിയുടെ ആത്മാവിനെ, അവൻ്റെ സോളിനെ ഒരിക്കലും വിഷമിപ്പിക്കാതെ സംരക്ഷിക്കണമെന്ന്. ഒരമ്മ മകൻ്റെ വധുവിനോട് സാധാരണ ചോദിക്കുന്ന കാര്യങ്ങളല്ല വിക്ടോറിയ ചോദിക്കുന്നതും പറയുന്നതും. അതിലെന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നീട് റേച്ചൽ നിക്കിയുടെ ആ കത്ത് കിട്ടിയതെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ നിക്കി അതത്ര കാര്യമാക്കുന്നില്ല. റേച്ചലിൻ്റെ പഴയ കാമുകന്മാരിൽ ആരെങ്കിലും അവരെ ശല്യം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പണി ആയിരിക്കാം ഇതെന്നാണ് അവൻ പറയുന്നത്. നമ്മൾ തമ്മിൽ സ്നേഹത്തിലല്ലേ, അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവൻ റേച്ചലിനെ ആശ്വസിപ്പിക്കുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്കിടെ റേച്ചൽ തൻ്റെ വെഡ്ഡിംഗ് ഡ്രസ്സ് നോക്കാൻ ചെല്ലുമ്പോഴാണ് അത് കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും തൻ്റെ വിവാഹം മുടക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണോ എന്ന് അവൾ ഭയപ്പെടുന്നു. നിക്കിയാകട്ടെ അത് കണ്ടുപിടിച്ച് തരാമെന്ന് അവൾക്ക് വാക്ക് നൽകി. അങ്ങനെ അവൻ ഡ്രസ്സ് തിരഞ്ഞു നടക്കുന്ന സമയത്ത് റേച്ചൽ അവിടുത്തെ ഒരു ഓഫീസിനടുത്തേക്ക് എത്തുമ്പോൾ ബോറിസും നെല്ലും തമ്മിൽ ഒരേ തർക്കം. വിക്ടോറിയ കഴിഞ്ഞ രാത്രി റേച്ചലിനോട് അങ്ങനെ സംസാരിച്ചതെക്കുറിച്ചിട്ടാണ് അവരിരുവരും വഴക്കിടുന്നത് എന്ന് റേച്ചലിന് മനസ്സിലാകുന്നു. അവിടെ നിന്ന് മാറി നടക്കുമ്പോൾ അവൾ ജൂഡിനെ കാണുന്നു, ജൂൾസിൻ്റെ മകൻ. കഴിഞ്ഞ രാത്രി മൂക്കിൽ നിന്ന് രക്തം വന്ന സമയം അവൾ പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് അവിടെ ഇവിടെയായി കുറച്ച് രക്തത്തുള്ളികൾ വീണിരുന്നു. ആ തറയിൽ വീണ് കിടന്ന രക്തം കണ്ട് ജൂഡ് വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ നിലവിളിച്ചുകൊണ്ട് അച്ഛനെ വിളിച്ച് പറയുന്നു, സോറി മാൻ, ഇവരെ കൊല്ലാൻ വരുന്നുണ്ട്. കാരണം പോർഷ്യ ആൻറ്റി പറഞ്ഞത് വെച്ച് രക്തം പൊടിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. എന്നാൽ വിളി കേട്ട് അവിടേക്ക് എത്തുന്ന ജൂൾസ് തൻ്റെ മകനോട് ദേഷ്യപ്പെടുകയും ഇനി മേലിൽ ആ പേര് മിണ്ടരുത് എന്ന് കർശനമായി പറയുകയും ചെയ്യുന്നു. ഇതോടെ ആരാണ് ഈ സോറിമാൻ എന്നത് റേച്ചലിൽ വലിയ പേടിയുണ്ടാക്കി തുടങ്ങുന്നു. ഈ റേച്ചൽ വിക്ടോറിയയെ ഡോക്ടർ കണ്ണിഹാം എന്നാണ് വിളിക്കുന്നത്. മുന്നേ പറഞ്ഞില്ലേ, കണ്ണിഹാം അവരുടെ കുടുംബ പേരാണ്. ഒപ്പം വേറൊരു കാര്യം, ഈ ജൂൾസും ഒരു ഡോക്ടറാണ്. അവൻ റേച്ചലിനോടായി നീ അമ്മയെ ഡോക്ടർ കണ്ണിഹാം എന്നാണ് വിളിക്കുന്നതെങ്കിൽ എന്നെയും അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും, കാരണം ഞാനും ഡോക്ടറാണ് എന്ന് വല്ലാത്ത രീതിയിലൊരു സംസാരിച്ചു വിടുന്നു. ജൂൾസ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് കഴിഞ്ഞ രാത്രിയിൽ അവൾക്ക് തോന്നിയാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നും ആക്കുന്നില്ലത്. ഡ്രസ്സ് എവിടെയും കാണാതെ കൊണ്ട് ഒടുവിൽ ഒരുപക്ഷെ മുന്നേ നിന്നിരുന്ന വീട്ടിൽ മറന്നു വെച്ചതാണോ എന്ന് നോക്കാൻ വേണ്ടി നിക്കി അവിടം വരെ പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ റേച്ചലിന് ഓൾമോസ്റ്റ് ഉറപ്പാണ് ഡ്രസ്സ് എടുത്ത് മുറിയിലെ അലമാരിയിലേക്ക് കൊണ്ട് തൂക്കിയതാണ്. ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന സംശയം വീണ്ടും ഉടലെടുക്കുന്നതും നിക്കി സമാധാനിപ്പിച്ച് പോകാൻ തീരുമാനിക്കുമ്പോൾ അവൻ്റെ സഹോദരി പോർഷ്യ കരുതുന്നത് ഇത് വളരെ റൊമാൻറ്റിക് ഒരു കാര്യമാണെന്നാണ്. തൻ്റെ പ്രേയസി മറന്നു വെച്ച് ഡ്രസ്സ് എടുക്കാൻ അത്ര ദൂരം യാത്ര ചെയ്യുന്നതേ. എന്നാൽ റേച്ചലിന് ആ പ്ലാൻ അത്ര സുഖകരമായിരുന്നില്ല. താൻ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടോളാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും നിക്കി ഡ്രസ്സ് എടുക്കാൻ പോകുന്നു. നിക്കി പോയി കഴിഞ്ഞപ്പോൾ വിക്ടോറിയയും നെല്ലും പോർഷ്യയും ചേർന്ന് റേച്ചലിനെ വളയുന്നു. വിക്ടോറിയയുടെ പഴയ വിവാഹ വസ്ത്രം, അവരവരുടെ വിവാഹത്തിനിട്ട ആ ഡ്രസ്സ് റേച്ചലിനെ കൊണ്ട് നിർബന്ധിച്ച് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൂവർ സംഘം തീരുമാനിക്കുന്നു. റേച്ചലിന് താല്പര്യമില്ലെങ്കിലും പോർഷ്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. ആ ഡ്രസ്സ് ഇടിപ്പിക്കുന്ന ചടങ്ങ് വളരെ രസമാണ്, അതേസമയം ഇത്തിരി വിയേഡും. പോർഷ്യ റേച്ചലിൻ്റെ മേൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ റേച്ചൽ അണിഞ്ഞിരുന്ന അവളുടെ അമ്മയുടെ സ്മരണയ്ക്കുള്ള മാലയും നിക്കി കൊടുത്ത മോതിരമൊക്കെ വിക്ടോറിയ ഊരി മാറ്റുന്നു. പകരം അവരുടെ കുടുംബത്തിലെ ഒരു പഴയ മോതിരം, ഹെയർലൂം റിംഗ്, അവൾക്ക് നൽകുന്നു. റേച്ചൽ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും നിക്കിയുടെ കുടുംബത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്നും ഇതവരുടെ രീതിയാണെന്നും പറഞ്ഞ് പോർഷ്യ അവളെ നിശബ്ദയാക്കുന്നു. സംസാരത്തിനിടയിൽ വിവാഹത്തിന് 100ഓളം അതിഥികൾ വരുമെന്ന് കേട്ട് റേച്ചൽ ഞെട്ടിപ്പോകുന്നു. കാരണം വെറും കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയ ചടങ്ങായിരിക്കും ഇതെന്നാണ് അവൾ കരുതിയിരുന്നത്. നിക്കിക്ക് ഇത്ര വലിയൊരു കുടുംബവലയം ഉണ്ടെന്ന കാര്യം തന്നെ അവൾ ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാവരും ചേർന്ന് അവൾ എന്ത് ധരിക്കണം, മുടി എങ്ങനെ കെട്ടണം എന്നൊക്കെ നിർബന്ധിച്ച് പറയുന്നത് കേട്ട് അവൾ ശ്വാസം മുട്ടുന്നൊരവസ്ഥയിൽ അങ്ങനെ ഇരുന്നു. ഡ്രസ്സ് കീറിയും തയ്ച്ചും ഒരു മോഡേൺ രൂപത്തിലാക്കി ആ ജോളി മൂഡിൽ പോർഷ്യ ഒരു ഷാമ്പയിൻ കുപ്പി തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു കണ്ണാടിലിച്ച് നിടിക്കുകയും അവളുടെ കൈ മുറിയുകയും ചെയ്യുന്നു. നെൽ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോർഷ്യ ഉറക്കെ നിലവിളിക്കുന്നു, എനിക്ക് പറ്റില്ല, എനിക്ക് അവളോട് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ. ഇത് റേച്ചൽ കേൾക്കുന്നുണ്ട്. ആൾക്കുള്ളിലെ കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാം. പോർഷ്യ നിലവിളിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയപ്പോൾ അവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വിക്ടോറിയ ഒരു മുത്തുമാല പുറത്തെടുക്കുന്നു. ഒരു റിയൽ പേൾ നെക്ലസ് ആണ്. അവരുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ ചരിത്രവും ആ മാലയുടെ പ്രാധാന്യവും വിക്ടോറിയ വിവരിച്ച ശേഷം വിവാഹത്തിന് ഈ മാല ധരിക്കണമെന്ന് അവർ റേച്ചലിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ റേച്ചലിനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് മുത്തുമാല ധരിക്കുന്നത് ബാഡ് ലക്കായിട്ടാണ് അവൾ കരുതുന്നത്. അതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ് ആ മാല റേച്ചലിൻ്റെ കഴുത്തിലേക്ക് ഇടിക്കുമ്പോൾ വിക്ടോറിയയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. അവർ ഇടയ്ക്കിടെ റേച്ചലിനോട് ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി. ആ മാലയുടെ ഭാരത്തേക്കാൾ വിക്ടോറിയയുടെ ആ നിഗൂഢ പെരുമാറ്റം റേച്ചലിനെ മാനസികമായി തളർത്തുകയാണ് ഉണ്ടാവുന്നത്. ആ ഒരവസ്ഥയിൽ സഹികെട്ട് റേച്ചലിനെയും കണ്ണു നിറഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ഓടി പോവുകയും നിക്കിയെ വിളിക്കുകയും ചെയ്യുന്നു. ഫോണിലൂടെ നിക്കിയോട് അവൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. 100 പേർ വിവാഹത്തിന് വരുന്നുണ്ടെന്ന കാര്യം കേട്ട് നിക്കിയും അത്ഭുതപ്പെടുകയാണ്. നിന്റെ കുടുംബത്തിന് ഞാൻ ആരാണെന്നോ എങ്ങനെയുള്ളവളാണെന്നോ ഒരു നോട്ടും ചോദ്യവുമില്ല. അവർക്ക് അവരുടെ രീതികൾ അടിച്ചേൽപ്പിക്കാൻ മാത്രമാണ് താല്പര്യം എന്നവൾ നിക്കിയോട് പൊട്ടിത്തെറിക്കുന്നു. ഒപ്പം അവിടെ കേട്ട വശപിശുകളുടെ അടക്കം പറച്ചിലുകളെക്കുറിച്ചും വിക്ടോറിയയുടെ കരച്ചിലിനെക്കുറിച്ചും നിക്കിയോട് പറഞ്ഞ ശേഷം എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു. ഒന്നും പിടികിട്ടാതെ ആണേലും അവൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു.
മുറിയിലിരിക്കുമ്പോൾ തൻ്റെ കട്ടിലിനടിയിൽ വെഡ്ഡിംഗ് ഡ്രസ്സ് ഇടുന്ന ഗാർമെൻറ്റ് ബാഗ് ഇരിക്കുന്നത് റേച്ചൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ വസ്ത്രം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് തന്നെ. എന്നാൽ ബാഗ് കാലിയാണ്. ഇതേ സമയം തന്നെ ടെൻഷനായിട്ട് പോയിക്കാൻ വേണ്ടി ജനാല തുറക്കവേ കുറച്ച് ദൂരത്തായി ജനറേറ്റർ പ്രവർത്തിക്കുന്ന ശബ്ദവും കേൾക്കാം. കറണ്ടുണ്ട്, പിന്നെ എന്തിനാണ് അപ്പോൾ ജനറേറ്റർ ഇട്ടിരിക്കുന്നത്? എന്തായാലും ആരോ തൻ്റെ ഒരു ഡ്രസ്സ് മോഷ്ടിച്ചാണെന്ന് ഉറപ്പിച്ച റേച്ചൽ ഓരോ മുറിയിലും കയറി പരിശോധന തുടങ്ങുന്നു. ഇടനാഴിയിൽ നിന്ന് തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു പീസ് അവൾക്ക് കിട്ടുന്നതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള മുറിയിൽ നോക്കാൻ കയറവേ ചില ആചാരങ്ങളുടെയും ചടങ്ങുകളെയും കുറിച്ചുള്ള ഒരു പുസ്തകം, ബുക്ക് അബൌട്ട് സൂപ്പർ നാച്ചുറൽ റിച്വൽസ്, അവൾ കണ്ടെത്തുന്നു. ഓഹോ, സീനാണ്. തൊട്ടടുത്ത നിമിഷം പോർഷ്യയും നെല്ലും തമ്മിൽ തർക്കിച്ച് നടക്കുന്നത് അവൾ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. റേച്ചൽ തൻ്റെ അമ്മയുടെ വെഡ്ഡിംഗ് ഡ്രസ്സും മുത്തുമാലയും ഇട്ടതിൻ്റെ കുശുമ്പാണ് പോർഷ്യ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഇതോടെ അവൾ എന്ത് ചെയ്യുന്നു? ഒന്നും വേണ്ട പുല്ല്. തൻ്റെ സ്വന്തം മാലയും മോതിരവും ഒക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി അവൾ വിക്ടോറിയയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും മോതിരം മാത്രം കിട്ടി, വേറൊന്നും അവിടെ കാണുന്നില്ല. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബോറിസ് വന്ന് നിൽക്കുന്നു. ഇവിടെ നിക്കിയുടെ അച്ഛനില്ലേ, അയാൾ. റേച്ചൽ വിക്ടോറിയയുടെ ആ പഴയ വെഡ്ഡിംഗ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നുണ്ട്. അയാൾക്ക് എന്തെന്നില്ലാത്തൊരു വലിയ വിഷമവും സങ്കടവും പിന്നാലെ ദേഷ്യവും. അതുടനെ അഴിച്ചു മാറ്റാൻ അയാൾ അവളോട് ആജ്ഞാപിക്കുന്നു. ശരി, ഞാൻ അഴിച്ചു മാറ്റാമെന്ന് അറച്ചറച്ച് അയാളുടെ മുന്നിൽ നിന്ന് മാറി പിന്നീട് നെല്ലിൻ്റെയും ജൂൾസിൻ്റെയും മുറിയിൽ തൻ്റെ സ്വന്തം ഡ്രസ്സ് പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ചില മാരകമായ മരുന്നുകൾ അവൾ കണ്ടെത്തുകയാണ്. മയക്കുന്ന ഹെവി ഡോസ് ഇഞ്ചക്ഷനോ മറ്റോ ആണ്. മെല്ലെ മേശയടച്ച് തിരിയുന്നതും അവിടെ വെച്ച് ജൂൾസ് അവളെ പിടികൂടുന്നു. കാര്യം തിരക്കി അറിഞ്ഞ് മനസ്സിലാക്കുന്ന അവൻ, നീ ഇപ്പോൾ തന്നെ ഒരു വെഡ്ഡിംഗ് ഡ്രസ്സിലാണല്ലോ, അത് പോരെ എന്ന് ചോദിക്കുന്നു. എന്തായാലും കല്യാണത്തിന് ഇനി 4 ദിവസം ഉണ്ടല്ലോ, അതുവരെ ഇതിട്ടുകൊണ്ട് നിൽക്കാൻ പോകണോ എന്ന് ചോദിച്ച് ഡ്രസ്സ് അഴിച്ചു മാറ്റാൻ വേണ്ടി അവൻ പിറകിലെ ഒരു കെട്ട് അയച്ചു വിടുന്നു. ശേഷം ഒറ്റപ്പെട്ടിരുന്ന് മനസ്സിലൊരു ചിന്തകൾ വന്ന് ഭയം മൂത്ത റേച്ചൽ നിക്കിയെ വീണ്ടും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. നീ വേഗം വന്നില്ലെങ്കിൽ ഞാൻ ഹൈവേയിലേക്ക് നടക്കും എന്ന് പറഞ്ഞ് അവളൊരു മെസ്സേജ് ഇടുന്നു. രാത്രി ഭക്ഷണത്തിന് എല്ലാവരും ചിരിയും കളിയുമായിരിക്കുമ്പോൾ 2 പേർ മാത്രം സീരിയസ് ആയിരിക്കുവാണ്, റേച്ചലും ജൂഡിയും. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് വീണ്ടും മുന്നത്തെ പോലെ ജനറേറ്റർ ഓണാക്കുന്നത് പോലത്തെ ശബ്ദം. റേച്ചൽ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഓ അതോ അയൽക്കാരൻ്റെ മഞ്ഞുനില ഒഴുന്ന യന്ത്രമാണെന്ന് വിക്ടോറിയ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അവിടെ കഴിക്കുന്ന കൂട്ടത്തിൽ ബോറിസ് ഇല്ല. അദ്ദേഹം മുറിയിൽ വിശ്രമിക്കുകയാണെന്ന് അവർ പറയുന്നതും അവൾക്ക് വീണ്ടും ടെൻഷൻ. കാരണം കുറച്ചു മുന്നേ ഇയാൾ ടോർച്ച് അടിച്ചുകൊണ്ട് പിറകലത്തെ പറമ്പിലേക്ക് പോകുന്നത് അവൾ കണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞത് കള്ളമാണ്. നിക്കിയുടെ ഫോൺ കോൾ വരുന്നെന്ന് കള്ളം പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പെയ്യെ പുറത്തേക്ക് ഓടുന്നു. പുറത്ത് ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോഴാകട്ടെ ഒരു ടെൻറ്റ് കെട്ടി അതിനുള്ളിൽ നിന്ന് ബോറിസ് ഒരു ജനറേറ്റർ ഉപയോഗിച്ച് മണ്ണിൽ വലിയൊരു കുഴി, ഒരു ശവക്കുഴി തോണ്ടുകയാണ്. ബോറിസ് അവളെ കണ്ട് നിൽക്കാൻ പറയുന്നതും അവൾ ഓടി മറിയുമ്പോൾ അതിനെക്കുറിച്ച് അപ്പുറത്തേക്ക് മാറി ഒരു കോലവും. തൻ്റെ വിവാഹ വസ്ത്രം ധരിപ്പിച്ച ഒരു വിചിത്രമായ നോക്കൂത്തി. തന്നെ കൊന്നു കുഴിച്ചു പോകാനുള്ള ആചാരമാണ് നടക്കുന്നതെന്ന് ഉറപ്പിച്ച റേച്ചൽ സകല പിടിയും വിട്ട് വെപ്രാളത്തിൽ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങുന്നു. ബോറിസ് അവളെ തടയാൻ പിറകെ വരുന്നുണ്ടെങ്കിലും അവൾ ഗേറ്റിനടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നു. കൃത്യം ആ സമയത്ത് നിക്കി കാറിൽ അങ്ങോട്ടേക്ക് വരുന്നു. ഭ്രാന്ത് പിടിച്ച പോലെ അവൾ നിക്കിയുടെ കാറിലേക്ക് ചാടി കയറുകയാണ്. നിന്റെ കുടുംബം എന്നെ കൊല്ലാൻ നോക്കുവാണ്, നിന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കുഴി കുടിക്കുകയാണ് എന്നവൾ അലറിക്കരയുന്നു. നിക്കി കാർ ഓഫാക്കാതെ തന്നെ പുറത്തേക്കിറങ്ങി അവിടേക്കടുത്ത് വരുന്ന തൻ്റെ കുടുംബത്തോട് സംസാരിക്കാൻ ചെല്ലുന്നു. നിനക്ക് സുരക്ഷിതമല്ലെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് റേച്ചലിനോട് പറഞ്ഞുകൊണ്ട്. ഒടുവിൽ സത്യങ്ങൾ പുറത്തു വരികയാണ്. വിക്ടോറിയയ്ക്ക് ബ്രെയിൻ ക്യാൻസറാണ്. ഇനി അധികം ആയുസില്ല. എപ്പോൾ വേണമെങ്കിലും അന്ത്യമാവാം. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കണം. അതിനുവേണ്ടി ബോറിസ് കുഴിച്ച കുഴിയാണത്. വിക്ടോറിയയുടെ ഈ ഒരു അവസ്ഥ നിക്കിയെയും റേച്ചലിനെയും അറിയിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചിരുന്നതാണ്. തൻ്റെ മരണം നടക്കുന്നതിന് മുമ്പ് കുടുംബത്തോടൊപ്പം സന്തോഷമായിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ വിവാഹത്തെ സ്വന്തം വീട്ടിൽ വെച്ച് നടത്തിക്കാൻ തീരുമാനിച്ചത്, ഒരാഘോഷമായി മാറ്റാൻ ശ്രമിച്ചത്. നിക്കി ഇത് കേട്ട് സ്തബ്ധനായി നിൽക്കുവാണ്. കാരണം ഇതവനും അറിയില്ലായിരുന്നു തൻ്റെ അമ്മ മരണത്തിൻ്റെ വക്കിലാണെന്ന കാര്യം. ജൂൾസ് ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം മറച്ചു വെച്ചൊരു കാര്യമായിരുന്നു അത്. നെല്ല് റേച്ചലിൻ്റെ ആ മാല തിരിച്ചു നൽകുന്നു. റേച്ചലിൻ്റെ ആ വെഡ്ഡിംഗ് ഡ്രസ്സ് മോട്ടിച്ചത് വേറെ ആരുമല്ല, ആ കൊച്ചു പയ്യനായ ജൂഡായിരുന്നു. സോറിമാൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആചാരത്തിന് വേണ്ടിയാണ് അവനത് ചെയ്തത്. എന്തായാലും റേച്ചലിനെ കൊല്ലാൻ അയാൾ വരും. അപ്പോൾ ആ വെഡ്ഡിംഗ് ഡ്രസ്സ് ഇതുപോലെ ഒരു നോക്കുകുത്തിയായി കുത്തി നിർത്തിയാൽ സോറിമാൻ റേച്ചലാണെന്ന് കരുതി അതിനെ കൊന്നിട്ടും പോയിക്കോളും എന്ന ചിന്തയിൽ പാവം ചെക്കൻ ചെയ്തതാണത്. അച്ഛനായ ജൂൾസിൻ്റെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മനസ്സിൽ ഇതിത്രയധികം ട്രോമ ആക്കിയെന്നുള്ളത്. സോറിമാൻ എന്നത് വെറും കഥയാണ് മോനെ, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് നെല്ലിയോടുമൊക്കെ മനസ്സിലാക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ജൂഡിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജൂൾസിൻ്റെ മുഖഭാവത്തിൽ നിന്നും അവനത് വിശ്വസിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു ഭയാനകരമായ ദിവസം നേരിടേണ്ടി വന്നതിന് നിക്കിയും ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ റേച്ചലും പരസ്പരം ക്ഷമ ചോദിച്ച് ആശ്വസിപ്പിക്കുന്ന ശാന്തമായ കുറച്ച് മൊമെൻറ്റ്സ്. എന്നാൽ വീടിന് പുറത്ത് കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നിഗൂഢമായി ആ വീടിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരാണത്? അതാണോ സോറിമാൻ? യഥാർത്ഥത്തിൽ അയാൾ എത്തിയിരിക്കുകയാണോ റേച്ചലിൻ്റെ വയറ് കീറാൻ വേണ്ടിയിട്ട്? കഥയുടെ റൂട്ട് പോകുന്നത് കണ്ട് പലർക്കും തോന്നിയിട്ടുണ്ടാകാം, ഓ ഇത് മറ്റേ ലതാടെ ഗെറ്റ് ഔട്ട് പോലത്തെ
അല്ലെങ്കിൽ റെഡി ഓർ നോട്ട് പോലത്തെ വൈബ് പടം. പക്ഷെ അങ്ങനൊന്നുമല്ല സംഭവം. പ്രേമിച്ച ആളെ കുടുംബത്തിലേക്ക് ക്ഷണിച്ച് അവർക്കൊരു റിച്വൽ നടത്തി ബലി നൽകുന്ന പരിപാടിയാണെന്ന് പലപ്പോഴും തോന്നുമെങ്കിലും ഒടുക്കം വന്നപ്പോൾ കാര്യങ്ങളുടെ കിടപ്പോഷം പിടികിട്ടിയില്ലേ? വിക്ടോറിയ ഫസ്റ്റ് മീറ്റിൽ റേച്ചലിനോട് പറഞ്ഞ ആ കാര്യങ്ങളും ബോറിസിൻ്റെ ആ സ്വഭാവമാറ്റവുമൊക്കെ അപ്പോൾ ഇതുകൊണ്ടായിരുന്നു. മൊത്തത്തിലുള്ള ഒരു ഡള്ളവസ്ഥയും വിക്ടോറിയയുടെ ഈ ഒരു കാരണം തന്നെയാണ്. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകണമെന്ന് അറിയണ്ടേ നമുക്ക്? അപ്പോൾ അടുത്ത ഭാഗവുമായി അധികം വൈകാതെ വീണ്ടും വരാം. ടേക്ക് കെയർ ലവ്ലീസ്.